കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ ഈ സന്ധ്യകൾ നമുക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, പുതുക്കത്തിന് ഒക്കെ ഇത് കാരണമാകുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചന ധ്യാനം നമുക്ക് ജീവിതത്തിന് വളരെ വിലപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായ നിമിഷങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തരായ ദൈവദാസന്മാരിലൂടെ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയ രൂപാന്തരം ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിലും ദൈവവരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയും നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൂടിവരവ് നമ്മൾ പല വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുമേൽ ദൈവം തൻ്റെ മഹത്വത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർത്ത് നമുക്ക് നന്ദിയോടെ നമ്മുടെ സൃഷ്ടിതാവിന് സ്തോത്രം ചെയ്യാം. നാം പാർക്കുന്നതായ ഈ രാജ്യം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ദൈവമക്കളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാം ജീവിതമാർഗത്തിന് വേണ്ടി ദേശത്ത് വന്ന് പാർക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെയും ഈ രാജ്യത്തിൻ്റെ ജനത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് വലിയ കടമയും ഉത്തരവാദിത്വവുമുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, സഭയായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് ഈ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം തൻ്റെ മഹത്വത്തോടെ ആ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനം ചേർന്ന് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതായ ഒരു തിരുവചന ഭാഗമാണ്. നമ്മളൊക്കെ പല ആവർത്തി ഈ ദൈവവചന ഭാഗത്ത് നിന്ന് ധ്യാനിക്കുകയും നാം ഈ ദൈവവചന ഭാഗം ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ ആത്മീക പ്രാധാന്യമുള്ളതും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. നാം എത്ര തന്നെ ഇത് നമ്മൾ മനനം ചെയ്യും തോറും, നാം ധ്യാനിക്കും തോറും ഇത് നമുക്ക് പുതുക്കത്തിന് കാരണമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരും. ഈ തിരുവചന ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് വൈസായിട്ട് ചിന്തിക്കുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നവർ അവർ വിജയം പ്രാപിക്കും എന്നതിന് സംശയമില്ല. മനുഷ്യ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമില്ലാത്തവർ ആരുമില്ല. എല്ലാവർക്കും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, രണ്ട് കൂട്ടർ അവർ തിരുത്തലുകൾ ആവശ്യമില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോയവർ. അവരെക്കുറിച്ചാണ് പറയുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ പ്രവൃത്തികളെ യേശു കർത്താവ് ആമേൻ വിമർശിച്ചിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുമായിരുന്ന ഒരു രീതിയല്ലായിരുന്നു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും. കാരണം അവർക്ക് ഒരിക്കലും മാനസാന്തരം ആവശ്യമില്ല എന്ന് ചിന്തിച്ചവരാണ്. ഒരു തരത്തിലും അവരുടെ നീതീകരണം വിട്ട് പുറത്തേക്ക് വരുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. സ്വയം നീതീകരണത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവർ ധരിച്ചിരുന്നത് അവർ എല്ലാ നിലകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ഉപദേഷ്ടാക്കന്മാരാണ്, അവർ പറയുന്നത് ശരി എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോയ ഒരു കൂട്ടരായിരുന്നു ഈ പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്. അവരോടുകൂടെ യേശു കർത്താവിനോട് കൂടെ ചുങ്കക്കാരും പാപികളുമായിട്ടുള്ളവർ വന്ന് ഭക്ഷണത്തിനിരിക്കുന്നത് കണ്ടിട്ടാണ് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും യേശു കർത്താവിനോട് ഒരു അതൃപ്തി ഉണ്ടാകുവാനിടയായി തീർന്നു. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ്. അപ്പോൾ യേശു കർത്താവിനെ ആവശ്യമുള്ളവരുണ്ട്. തങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വേണം. തങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് ഉതകുകയുള്ളൂ, തങ്ങളുടെ ജീവിതം പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത്, ഇവൻ പാപികളെ കൈക്കൊണ്ട്
അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഉപമ പറഞ്ഞ് അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഈ ദൈവവചന ഭാഗങ്ങളിലുള്ള ഉപമകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 പേരെ കുറിച്ചല്ല പറയുന്നത്, എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തണം, ഇന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം എന്നാഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കുവാനായിട്ടുള്ളത്. അതേ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിൽ നാം ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് എന്ന്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഇരുന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് ദൈവജനത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഒന്ന് പരിശോധിച്ച് നാം നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവവചനം എന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, ഇന്ന് നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയൊക്കെ നന്നായിട്ട് വെളിവാക്കി തരുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ തെളിവായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തക്കവനിടയായിത്തീരും എന്നതിന് സംശയമില്ല. ഇതിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു 100 ആടുള്ളതായ ഒരു മനുഷ്യൻ്റെ 99 വിട്ടേച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെക്കുറിച്ച് തേടിപ്പോകുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. യേശു കർത്താവ് ആദ്യം പറയുന്ന ഉപമ അതാണ്. 99 നീതിമാന്മാരെ അല്ല, നഷ്ടപ്പെട്ടു പോയ ഒന്നതിനെയാണ് കർത്താവ് തേടി വന്നത്. അതെ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലുള്ളവരായി തീർന്നാലും, ഏത് സമൂഹത്തിൽ നിൽക്കുന്നവരായി തീർന്നാലും നമുക്ക് ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തരണം. സ്വയം നീതീകരണത്തിൽ ഊന്നി ഒരു ജീവിതമായിരിക്കരുത് നാം മുൻപോട്ട് നയിക്കുന്നത്. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശോധന ചെയ്യപ്പെടുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നവരായിരിക്കണം നാം എന്ന ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായി നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ ഈ അടുത്ത വാക്യത്തിൽ, അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, 1 ദ്രഹ്മ കാണാതെ പോയ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതെ ഇരിക്കുമോ? അടുത്ത ഒരു സ്ത്രീയുടേത് 10 ദ്രഹ്മയുണ്ട്. അപ്പോൾ 1 നഷ്ടപ്പെട്ടപ്പോൾ അവൾ വീട് മുഴുവനും അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവ വിശേഷത. ദൈവമക്കളെ, നമുക്ക് 10 ഉള്ളപ്പോൾ 1 നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നവരല്ല. ജീവിതത്തിൻ്റെ എത്രയോ മൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ എത്രയോ നല്ല അനുഭവങ്ങൾ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാമായിരുന്ന എത്രയോ അനുഭവങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിനോടൊന്നും നമ്മൾ വലിയ കൺസേൺ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്, 1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് കണ്ട് കിട്ടുന്നത് വരെ വീട് അടിച്ചു വാരി സൂക്ഷ്മത്തോടെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവ വിശേഷത. അതെ, ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമുക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അപ്പോൾ വീട് മുഴുവനും അടിച്ചു വാരി ആമേൻ ഒരു ക്രമപ്പെടുത്തലിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. നമുക്കൊരു നഷ്ടം സംഭവിച്ചാൽ, നമുക്കൊരു പോരായ്മ സംഭവിച്ചാൽ, നമുക്കൊരു കുറവ് വന്ന് സംഭവിച്ചാൽ അത് നികത്തി, അതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത് എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും എന്നതിന് സംശയമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിയന്ത്രണ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പരിസരബോധമില്ലാതെ ആയിരിക്കും നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു നിയന്ത്രണ ബോധം ഉണ്ടായിരിക്കണം. നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിലയിലും ഒരു ക്രമീകരണമില്ലാതെ, ഒരു നിയന്ത്രണ ബോധവുമില്ലാതെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ ആത്മീക ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് വളരെ നിയന്ത്രണ ബോധത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്ത്രീ 10 ദ്രഹ്മ ഉണ്ടായിരുന്നതിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ വീട് മുഴുവനും അടിച്ചു വാരി അത് കണ്ട് കിട്ടുന്നത് വരെ അത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ തക്കവനിടയായി തീർന്നു. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ,
നമുക്ക് ഹാലുലിയ സ്തോത്രം ചില സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കാണും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസിനാൽ നമ്മൾ മുൻപോട്ട് പോയ നാളുകളുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഹാലുലിയ, നമ്മുടെ വചനധ്യാനത്തിൻ്റെ അളവ് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി എങ്കിൽ അതിനെ ഒന്ന് കണ്ട് പരിഹരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. സ്തോത്രം. നമ്മുടെ ആമേൻ ഹാലുലിയ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു നിയന്ത്രണം, ഹാലുലിയ ഒരു ക്രമീകൃതമായ ജീവിതത്തിൻ്റെ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാലുലിയ സ്തോത്രം. ആ സ്ത്രീ നഷ്ടപ്പെട്ടു പോയ ഒന്ന് കണ്ടെത്തുന്നത് വരെയും വീട് അടിച്ചുവാരി സൂക്ഷ്മത്തോടെ അന്വേഷിച്ച് അത് കണ്ടുകിട്ടി എന്ന ഉറപ്പ് വരുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പ്രാപിക്കുവാൻ കഴിയണം ദൈവത്തിൻ്റെ മക്കളെ. സ്തോത്രം. നാം ആയിരുന്ന ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഹാലുലിയ സ്തോത്രം, നമുക്ക് അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്കൊന്ന് ദൈവകരങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. അടുത്ത ഒരു ഭാഗത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ, നമ്മൾ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന് പറയുന്ന, അല്ലെ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പൊതുവെ പറയേണ്ടതായ ആ ഒരു ഉപമയെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു അപ്പൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ സുഭിക്ഷമായി ജീവിച്ചു വന്നതായ ഒരു മകൻ. ഹാലുലിയ. എന്നാൽ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ, അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചില പ്രേരണകൾ, അതിന് ക്രമീകരണമില്ലാതെ വന്നപ്പോൾ, ആ ചിന്തകൾക്ക് ഒരു നിയന്ത്രണ ബോധമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹാലുലിയ അവൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹാലുലിയ ഒരു ആമേൻ ചിന്താഗതികൾ കംപ്ലീറ്റ് മാറുകയാണ്. അന്ന് വരെ താൻ അനുഭവിക്കുന്നതായ ആ സന്തോഷവും ആ ആത്മീക അനുഭവങ്ങളും ഒക്കെ അവൻ പുറകിലെറിഞ്ഞു കളയുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളെ, നാം ദൈവമക്കളായി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾക്ക് ഒരു ഹാലുലിയ അതിർവരം വിടേണ്ടത് ആവശ്യമാണ്. ഹാലുലിയ, നമ്മുടെ ചിന്തകൾ എവിടെയൊക്കെ കടന്നു പോകുന്നു, അതിനൊരു അതിർവരം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയകരമായിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. സ്തോത്രം. ഹാലുലിയ, അത് നമ്മുടെ സംസാരത്തിൻ്റെ മേഖലകളായാലും, നമ്മുടെ ഇടപെടലുകളുടെ മേഖലകളായാലും, നമ്മുടെ സംഭാഷണ രീതികളായാലും, ഹാലുലിയ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളായാലും, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നാലും, എല്ലാത്തിലും നാം വളരെ ശ്രദ്ധയോടുകൂടി, വളരെ നിയന്ത്രണ ബോധത്തോടുകൂടി, ഒരു സെൻസ് ഓഫ് കൺട്രോൾ നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പരാജയപ്പെടാതെ മുൻപോട്ട് പോകത്തുള്ളൂ. ഈ ഇളയ മകനെ കുറിച്ച് പറയുന്നത്, അവന് പറയുന്നുണ്ട്, അപ്പാ എനിക്ക് വരേണ്ടുന്നത് എനിക്ക് നീ തരണമെന്ന് അപ്പനോട് ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ആ സമയത്ത് ആ പിതാവ് ഹാലുലിയ, സാധാരണഗതിയിൽ നമുക്കറിയാം, ആ പിതാവിൻ്റെ കാലശേഷമാണ് പിതാവിൻ്റെ സ്വത്തുക്കൾ ആ മകന് ലഭിക്കേണ്ടത്. എന്നാൽ അതുവരെ കാത്തിരിക്കുവാനൊന്നുമുള്ള ഒരു സാവകാശം, അതിനുള്ളൊരു ക്ഷമ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരവസ്ഥ. ഹാലുലിയ, ഇന്നും നാം ഭവനാന്തരീക്ഷങ്ങളിൽ പാർക്കുന്നെങ്കിലും, നമ്മൾ ആത്മീകരാണെന്ന് പറയുന്നുണ്ടെന്ന് വരിയിലും ഒരു വലിയ നഷ്ടബോധത്തിൽ ജീവിക്കുന്ന അനേകരുണ്ട്. വളരെ നഷ്ടബോധത്തിൽ, കർത്താവ് വീണ്ടും വരുമോ, ഹാലുലിയ ഈ ഒരുങ്ങി കാത്തിരിക്കുന്നതൊക്കെ നമുക്കൊരു നഷ്ടമായി തീരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അനുഭവത്തിലുള്ള അനേകരെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ന് നാം കടന്നു പോകുന്ന, പ്രത്യേകിച്ച് നാം പാർക്കുന്ന ഈ രാജ്യത്ത്, ഈ കുവൈറ്റ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സംഭവവികാസങ്ങളുടെ മധ്യത്തിൽ അനേകരെ നിരാശകൾ ബാധിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. വളരെ നിരാശയോടെ സംസാരിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, നമുക്ക് വളരെ പ്രത്യാശയോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ കഴിയും. നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുന്ന ഒരു അപ്പനല്ല. നമ്മൾ നഷ്ടമായി പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനല്ല നമുക്കുള്ളത്. സ്തോത്രം. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ അത്രമാത്രം ആഴമായി സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. സ്തോത്രം. അവിടെയും ഈ മകൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ സ്വർഗീയ പിതാവ് ഹാലുലിയ സ്തോത്രം, അല്ലെങ്കിൽ ആ മകൻ്റെ പിതാവ് തൻ്റെ വസ്തുവകകളൊക്കെ അവന് കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ കടന്നു പോകുന്നത് ഏത് വഴിയാണ് എന്ന് നമുക്കറിയുവാൻ കഴിയും. അവന് മറ്റൊരു ദേശത്തേക്ക് വിട്ടുപോകുകയാണ്. ഇന്ന് വരെ ഉണ്ടായിരുന്ന ആത്മീയ അനുഭവത്തിൽ നിന്ന് വിട്ടുപോകുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയുന്നത്, ഒരുപക്ഷെ നാം ശാരീരികമായി ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ ദൂരേക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് പലപ്പോഴും അറിയുവാൻ കഴിയുകയില്ല. ഹാലുലിയ സ്തോത്രം. ദൈവ സാന്നിധ്യ ബോധം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് വിട്ട് അകന്നു പോകുന്നത് പലപ്പോഴും നമുക്ക് ഹാലുലിയ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഏതെങ്കിലും നിലകളിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു എന്ന് വരികയിൽ
ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഒരു മടങ്ങിവരവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തോടെ നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഹാലുലിയ. കയോസായ ഒരാളിനെ കുറിച്ച് എന്ന് വെച്ചാൽ അസ്വസ്ഥമാകുന്ന മനസ്സ്, സ്വസ്ഥതയില്ലാത്ത ഒരു മനസ്സിന് ഉടമയാണെന്ന് വരിയിൽ സ്തോത്രം, ആ വ്യക്തി എപ്പോഴും ഒരു പ്രതിസന്ധിയിലായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഹാലുലിയ. എപ്പോഴും അസ്വസ്ഥമാക്കുന്ന ഒരു മനസ്സ്, ഒരു ക്രമവുമില്ലാത്ത ഒരു ജീവിതം, ക്രമമില്ലാത്ത ചിന്തകൾ, ക്രമമില്ലാത്ത പ്രവൃത്തികൾ. ഹാലുലിയ. സ്തോത്രം. നമുക്കറിയാം, ചില ഭവനങ്ങളിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ ഹാലുലിയ, ആകപ്പാടെ അലങ്കോലമാക്കപ്പെട്ടതായ ഭവനാന്തരീക്ഷത്തെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിലില്ല. ജീവിതത്തിന്റെ ഒരു മേഖലകളിലും അടുക്കും ചിട്ടയുമില്ല. അടുക്കും ചിട്ടയും ക്രമവുമില്ലാത്ത ജീവിതം നയിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹാലുലിയ. സ്തോത്രം. എന്നാൽ ഈ പിതാവിന്റെ ഭവനത്തിൽ ഉള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. ഈ മകൻ അങ്ങ് പരദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഹാലുലിയ, ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അത് വലിയ നഷ്ടത്തിലേക്കാണ് ആ മകനെ കൊണ്ട് എത്തിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹാലുലിയ, അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു എന്ന. സ്തോത്രം. ഏറ്റവും വെറുപ്പുളവാക്കുന്നതായ നിലയിലേക്ക് ഒരു ജീവിത സാഹചര്യത്തെ കൊണ്ടുപോകുന്നതാണ് നിയന്ത്രണമില്ലാത്തുള്ള ജീവിത ശൈലി എന്ന് പറയുന്നത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഹാലുലിയ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുവാനായിട്ട്, പന്നിയുടെ ആ കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് അവൻ തിരിഞ്ഞ് ചിന്തിക്കുന്നത്. ഹാലുലിയ. ഇതാണ് ഈ മകനുള്ളതായ മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും വീണ്ടും അവൻ നാശത്തിലേക്ക് പോകുന്നതിന് പകരം ഹാലുലിയ. സ്തോത്രം, തന്നെ തന്നെ തിരുത്തി ജീവിതത്തിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അപ്പൻ്റെ മുൻകാല ജീവിതത്തിൽ, ആ അപ്പൻ്റെ ഭവനത്തിൽ അവന് ലഭിച്ചതായ ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മീക അനുഭവമുണ്ട്. അത് ഓർത്തിട്ടാണ് ഈ മകൻ തിരിഞ്ഞ് ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്നവർക്ക് ഈ ആത്മീക അനുഭവം പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ നഷ്ടത്തിലേക്ക് പോകും, വീണ്ടും വീണ്ടും നമ്മൾ നാശത്തിലേക്ക് പോകും. ഹാലുലിയ. തെറ്റുവരാത്തവരില്ല, എന്നാൽ അത് തിരുത്തി മുന്നേറുവാൻ കഴിയുന്നതാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് വിജയകരമായി തീരുന്നത്. ഹാലുലിയ. ജീവിതത്തിൽ തെറ്റുകൾ വരാം, ജീവിതത്തിൽ പാളിച്ചകൾ വരാം, ജീവിതത്തിൽ സങ്കടങ്ങൾ വരാം. എന്നാൽ അതിൽ വീണ് കിടന്ന് ഉരുളുന്നവരായിട്ടല്ല, അതിൽ താണുപോകുന്നവരായിട്ടല്ല ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയായി തീരണം. എന്നാൽ ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ. നമുക്കൊക്കെ സംഭവിക്കുന്നതായ ഒരു കാര്യം, നമ്മളിൽ വരുന്ന വീഴ്ചകളെ പിശാച് ആയുധമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും. നിന്റെ ജീവിതത്തിന്റെ നന്മകൾ നഷ്ടപ്പെടുകയാണ്, നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, നീ ഇന്നത് ചെയ്തു, നിനക്ക് പ്രാർത്ഥിക്കുവാൻ ഇനി അവകാശമില്ല. ഇത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഓതുന്ന സമയത്ത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഒരു നല്ല കാര്യസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന. ഹാലുലിയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. ഹാലുലിയ. അത് ആ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന സമയത്ത് ആ വലിയ വിടുതലിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട്. ആരെങ്കിലും ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ കീഴിൽ, ഇങ്ങനെയുള്ള ബന്ധനത്തിൻ്റെ കീഴിൽ കിടക്കുമ്പോൾ അവർ നിരാശയിലേക്ക് ആണ്ടുപോകും, അവർ സങ്കടത്തിലേക്ക് ആണ്ടുപോകും. ഹാലുലിയ. അവരുടെ മനസ്സ് നിരാശ കൊണ്ട് നിറയും. ഹാലുലിയ. ഒരു കൂരിരുട്ട് വ്യാപരിച്ചതുപോലെ ഇടയായിത്തീരും. ഇന്ന് ഈ ദൈവശബ്ദം ഭവനങ്ങളിലിരുന്ന ദൈവമക്കൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ചില ഉള്ളങ്ങളിൽ നിന്ന് ഇരുളുകൾ മാറട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ. ഹാലുലിയ. ഭാരങ്ങൾ വിട്ടുപോകുന്ന ഒരു രാത്രിയായി തീരട്ടെ. സ്തോത്രം. ഹാലുലിയ. നമ്മളൊരു പക്ഷേ വിട്ട് യാത്ര പോയി കാണും, എന്നാൽ ഒരു മടങ്ങിവരവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വീട് അടിച്ചു വാരി സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നിർമ്മലീകരിക്കുവാൻ ഹാലുലിയ ഒരു മടങ്ങിവരവിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുക. ഈ മകൻ അവിടെ ചെയ്യുന്നത്, പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർമ്മ വന്നപ്പോൾ, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ യോഗ്യനല്ല. ഇവിടെ തരണമേ എന്ന് ആദ്യം പ്രാർത്ഥിച്ചതായ മകൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, എന്നെ ആക്കണമേ അപ്പ എന്ന. ഹാലുലിയ. ആദ്യത്തെ പ്രാർത്ഥന ഗീവ് മീ ഫാദർ എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രാർത്ഥന മേക്ക് മീ ഫാദർ എന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരുവാനുണ്ട്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹാലുലിയ. കഴിഞ്ഞ നിമിഷം വരെയും ഗീവ് മീ എന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളായിരുന്നു. തരണമേ, തരണമേ, തരണമേ. എന്നാൽ നഷ്ടങ്ങളിലേക്ക് ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ,
തകർച്ചയുടെ എത്തുന്ന ആ സമയങ്ങളിൽ അപ്പനെക്കുറിച്ചുള്ള ബോധം അവനിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, എന്നെ ആക്കി തീർക്കണമേ. കാരണം ഇന്നലെ വരെയുള്ളത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, എൻ്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിച്ചതുകൊണ്ട് സംഭവിച്ചത് നഷ്ടങ്ങളല്ലാതെ ഒന്നും എൻ്റെ മുമ്പിലില്ല. എന്നാൽ ഇന്ന് എന്നെ സ്വർഗീയ പിതാവ് പണിഞ്ഞാൽ, അവൻ്റെ ഹിതം പോലെ എന്നെ ആക്കി തീർത്താൽ, ഞാൻ ആ അപ്പൻ്റെ വീട്ടിലെ ഒരു മകനായി എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുമെന്നുള്ളതാണ്. ആ ഒരു പ്രാഗൽഭ്യമാണ് ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കേണ്ടത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹാലുലിയ, നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഹാലുലിയ ഇന്നലകളിലെ പരാജയങ്ങൾ, ഇന്നലകളിലെ നഷ്ടങ്ങൾ, അതിനെ തിരുത്തി ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഇന്ന് രാത്രിയിൽ ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹാലുലിയ, ആ മടങ്ങിവരവിൻ്റെ മധ്യത്തിൽ ആ പിതാവ് മകനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ വേഗത്തിൽ പിതാവ് മകനെ സ്വീകരിക്കുകയും ഒരു സ്വന്തം മകനായിട്ട് അംഗീകരിച്ച്, ഹാലുലിയ, പുതിയ അങ്കി അവനെ ധരിപ്പിച്ച്, കയ്യിൽ മോതിരം ധരിപ്പിച്ച്, കാലിന്മേൽ ചെരുപ്പണിയിച്ച് ഒരു സ്വന്തം മകനായി അംഗീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ നമുക്കുള്ളത്. ഹാലുലിയ, എത്ര ആഴമേറിയ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ പൈതലേ. ഹാലുലിയ, സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് നോക്കിയാൽ, ഒരു ചെറിയ വിഷയത്തിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങൾ പോലും അവർ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവിതത്തെ ഹാലുലിയ വലിയ സങ്കടകരമായ അനുഭവങ്ങളിലേക്ക് കുടുംബങ്ങൾ മാറ്റപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാ ഉള്ളങ്ങളിൽ നിന്നും എല്ലാ കൺവെൻഷനുകളും നീക്കട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ആകുലതകളും വിട്ടുമാറട്ടെ. ഹാലുലിയ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ നന്മ സകല ജീവിതങ്ങളെ ഇന്ന് രാത്രിയിൽ ഭരിക്കുവാൻ തക്കവനുടയായി തീരട്ടെ. ദൈവകരങ്ങൾ നമുക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമുക്ക് എവിടെയാണ് നഷ്ടം സംഭവിച്ചത്, എവിടെയാണ് പോരായ്മ സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച വന്നു പോയത്, നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിച്ച് ഒരു മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഹാലുലിയ, സ്തോത്രം. ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം ബുദ്ധിയിലും നമ്മുടെ സ്വന്തം കഴിവിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഹാലുലിയ ഈ ദൈവകൃപ പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. നാം എല്ലാവരും പാപികളായിരുന്നു, നാം എല്ലാവരും നാശത്തിൻ്റെ അടിമകളായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മളെ കഴിയത്. ആ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചത്, ആ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മളെ മക്കളെന്ന പദവിക്ക്, ഹാലുലിയ, നമ്മുടെ കർത്താവ് നമ്മുടെ അപ്പനായി തീർന്നു, നമ്മുടെ മക്കളെന്ന പദവിക്ക് നമ്മളെ അവകാശികളാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങൾ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലുലിയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ ശക്തീകരിക്കും. എന്നാൽ ഈ മടങ്ങി വന്ന മകനെ അംഗീകരിക്കുവാൻ കഴിയാത്തവരും ഒരുപക്ഷെ ചുറ്റുപാടുകളിൽ കാണും. എന്നാൽ ഹാലുലിയ, മൂത്ത മകനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഈ മകനെ ഇളയ മകനെ കുറിച്ച് നമ്മൾ സ്വർഗീയ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹാലുലിയ, ഈ സഹോദരനോ, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഹാലുലിയ, മരിച്ചവനായിരുന്നു, മരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് ആ മകനായി പോയത്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയി. ആ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചു എന്നാണ് പറയുന്നത്. അതേ ദൈവമക്കളെ, നമ്മളിലേക്കൊരു വീണ്ടും ജീവൻ ഇന്ന് രാത്രിയിൽ ഒന്ന് പകരട്ടെ. മരിച്ച അവസ്ഥകളൊന്ന് മാറട്ടെ. ഹാലുലിയ, ആത്മീകമായി മരിച്ച അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സ്തോത്രം. ചില ഉള്ളങ്ങളിലേക്ക് ആ ദൈവത്തിൻ്റെ വലിയ പ്രകാശം, ദൈവത്തിൻ്റെ ആത്മശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ദൈവകരങ്ങൾ നമുക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.